ഇന്ത്യ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ ഭാവിയെ സാമ്രാജ്യത്വ ശക്തികൾക്ക്, വിദേശ ശക്തികൾക്ക് ഒറ്റിക്കൊടുക്കുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കേന്ദ്ര ഭരണകൂടം ഈ പ്രോജക്ട് അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഈ സമരത്തെ ഇല്ലാതാക്കാൻ പരിശ്രമിക്കുമ്പോൾ അത്തരത്തിലുള്ള എതിർപ്പുകളെ, ഭരണകൂടത്തിന്റെ നീക്കങ്ങളെ, ആ നീക്കങ്ങളെല്ലാം ചെറുത്തു നിന്നുകൊണ്ട് ഈ സമരം 306 ദിവസം ഇന്ന് പിന്നിടുന്നു എന്ന് കഴിയുമ്പോൾ ഒരു കാര്യം ഞാൻ പറയുകയാണ്. ഈ സമരത്തിന്റെ മുമ്പിൽ, ഈ സമരത്തെ പരാജയപ്പെടുത്താനും ഈ സമരത്തെ അടിച്ചമർത്താനും ഈ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സാധാരണക്കാരായ, പാവപ്പെട്ടവരായ, ഗ്രാമീണരായ, നിഷ്കളങ്കരായ മനുഷ്യരെ മതത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിൽ വിഘടിപ്പിച്ച് തമ്മിലടിപ്പിക്കാനുമുള്ള ആ നിലയ്ക്ക് പോലീസ് ഫോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ഭീകരമായ നരവേട്ട നടത്തിയും കള്ളക്കേസുകൾ എടുത്തും 300ഓളം പോലീസ് കേസുകൾ ഫയൽ ചെയ്തുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുക്കുന്നവരെ അവരുടെ മനോവീര്യം കെടുത്തിയിട്ട് അവരെ അടിച്ചമർത്താനുള്ള കേന്ദ്ര സംസ്ഥാന ഭരണകൂടത്തിന്റെ എല്ലാ നീക്കങ്ങളെയും ഈ കൂടംകുളം ആണവ വിരുദ്ധ സമരം പരാജയപ്പെടുത്തിയിരിക്കുന്നു എന്ന കാര്യം വളരെ കൃത്യമായി അഭിമാനപുരസ്സരം അടിവരയിട്ട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സമരത്തിന്റെ മുമ്പിൽ, ഈ സമരത്തിന് പുറത്തിരിഞ്ഞു നിൽക്കുന്ന ഈ ആണവോർജത്തിന്റെ വക്താക്കൾ, ഈ ഭരണകൂടങ്ങൾ, കുത്തക താല്പര്യങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു. അത്രത്തോളം ശക്തമായ ഒരു സമരം. വളരെയധികം ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഒറ്റക്കെട്ടായി ഒരുപക്ഷെ ആധുനിക കാലഘട്ടത്തിൽ ജനകീയ പ്രശ്നങ്ങളുമായി ആരുടെ പിന്തുണയില്ലാതെ, പിൻബലമില്ലാതെ ജനങ്ങൾ സ്വയം അവരുടെ പ്രശ്നങ്ങളുമായി പോരാട്ടത്തിൽ ഏർപ്പെടുമ്പോൾ അത്തരൊരു പോരാട്ടം ഇത്രത്തോളം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടും അത് തകർക്കപ്പെടാതെ, അത് പിന്തിരിയാതെ നിങ്ങൾ ഐക്യത്തോടെ നിൽക്കുന്നു. മാത്രമല്ല, ഈ സമരത്തിൽ ഞങ്ങൾ കണ്ട സ്ത്രീകളുടെ പങ്കാളിത്തം, അമ്മമാരുടെ, പെങ്ങന്മാരുടെ, പെൺകുട്ടികളുടെ, കുഞ്ഞുങ്ങളുടെ ഈ പങ്കാളിത്തം ഇത് ഇന്ത്യയിലെ തന്നെയുള്ള ജനകീയ പോരാട്ടങ്ങൾക്ക് ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു വിപ്ലവ മാതൃകയാണ് എന്ന് പറയുവാൻ ഞാൻ ശ്രമിക്കുകയാണ്. അത്രത്തോളം വലിയ എന്നെപ്പോലുള്ളവർ സാമൂഹ്യ രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് അവകാശ പോരാട്ടങ്ങളിൽ ഏർപ്പെടുന്ന ഞാനടക്കമുള്ള ഞങ്ങളെ പോലുള്ളവർക്ക് പ്രചോദനവും ഞങ്ങൾക്ക് പോലും വലിയ പ്രോത്സാഹനവും നൽകുന്ന ഒരു സമര മാതൃക ത്യാഗങ്ങളിലൂടെ നിങ്ങൾ നെയ്തെടുത്തിരിക്കുന്നു. ഈ സമരം ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതൊരു വലിയ ശക്തിയായി മാറുമ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു പ്രശ്നമാണ്. ഇത് കൂടംകുളത്തിന്റെ മാത്രം പ്രശ്നമല്ല. ഇവിടെ ഊർജത്തിന്റെ പേരിൽ, എനർജിയുടെ പേരിൽ, വൈദ്യുതിയുടെ പേരിൽ നമുക്ക് ആണവ നിലയങ്ങൾ വേണോ എന്ന ചോദ്യം ലോകത്തിന്റെ ചോദ്യമാണ്. മാനവരാശിയുടെ നിലനിൽപ്പിന്റെ ചോദ്യമാണ് ഇവിടെ ഉയർത്തപ്പെടുന്നത്. അതുകൊണ്ട് ഇത് കൂടംകുളത്ത് ഈ സമീപവാസികളായ നിങ്ങളുടെ മാത്രം നിലനിൽപ്പിന്റെയും ജീവന്റെയും പ്രശ്നമല്ല. പകരം നിങ്ങൾ പ്രതിദാനം ചെയ്യുന്നത്, നിങ്ങൾ ഏറ്റെടുക്കുന്നത്, നിങ്ങൾ പോരാടുന്നത് ഈ ലോകം ഈ രൂപത്തിൽ ഇനി ജീവിച്ചിരിക്കണമോ അതോ ചാരമായി മാറണമോ എന്ന അടിസ്ഥാനപരമായ ചോദ്യമാണ്. കാരണം ആ ഊർജത്തിന്, ആണവ നിലയങ്ങളെ, ആണവ പദ്ധതികളെ, ആണവോർജത്തെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു സംവിധാനത്തെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ലോകം ഇന്ന് കൈയൊഴുകുകയാണ്. ലോകത്തെ വിവരമുള്ള, ബുദ്ധിയുള്ള, ചിന്തിക്കുന്ന ജനങ്ങൾ ഇത് പാടില്ല, പാടില്ല എന്ന് വിളിച്ചു പറയുന്നു. ലോകത്തിന്റെ പല രാഷ്ട്രങ്ങളും ഇനി ഒരു ആണവ നിലയം വേണ്ട എന്ന് അവിടങ്ങളിൽ, അതാത് രാജ്യങ്ങളിൽ ഇനി ഒരു ആണവ നിലയം വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത്, ഈ തമിഴ്നാട് സംസ്ഥാനത്ത് ഇതുപോലൊരു മേഖലയിൽ എങ്ങനെ പാവപ്പെട്ടവർ ഏറ്റവും കൂടുതൽ ജീവിക്കുന്ന ഒരു മേഖല, ഗ്രാമീണരായിട്ടുള്ള ജനവിഭാഗങ്ങൾ, നിഷ്കളങ്കരായ സാധാരണക്കാർ ജീവിക്കുന്ന ഒരു മേഖല, ജാതിയുടെ പേരിലും അതേപോലെ നിലവിലിരിക്കുന്ന ഈ രാജ്യത്തിന്റെ സാമൂഹ്യ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ അതിന്റെ ഫലമായി തകർന്നടിഞ്ഞ് അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട പിന്നോക്ക വിഭാഗങ്ങൾ, നാടാർ പോലെയുള്ള, ലത്തീൻ കത്തോലിക്കരെ പോലുള്ള നാടാർ ഈ വിഭാഗത്തിൽപ്പെട്ട ഒരു വലിയ വിഭാഗം ജനങ്ങൾ, അതേപോലെ മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ, സാധാരണക്കാർ, ഇങ്ങനെയുള്ള സാധാരണക്കാരായ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഭൂപ്രദേശം ഇതുപോലെയുള്ള ഒരു ആണവ പരീക്ഷണത്തിന്, ഒരു ആണവ നിലയത്തിന് തിരഞ്ഞെടുത്തു എന്നതിന്റെ കാര്യത്തിൽ തീർച്ചയായും വലിയ ഗൂഢാലോചനയുണ്ട്. കാരണം ഇവിടെ അഗ്രഹാരങ്ങളില്ല. ഇവിടെ ആപത്ത് വന്നാൽ, ഈ നിലയത്തിന്റെ പേരിൽ നാളെ ഇത് പ്രവർത്തനം ആരംഭിച്ചാൽ, അതിന്റെ പേരിൽ വലിയ കൊടും വിപത്ത് വന്നാൽ, ആ വിപത്ത് ബാധിക്കാൻ പോകുന്നത് ഈ മേഖലയിലെ കോടീശ്വരന്മാരെയല്ല, അതിസമ്പന്നരെയല്ല, ഇവിടുത്തെ മറ്റു ഉയർന്ന സമൂഹത്തിലെ മേൽത്തട്ടുകാരായ ഈ വരേണ്യ, മേലാള, ബ്രാഹ്മണ മേധാവിത്വങ്ങളെയല്ല. അവരൊന്നും ഇല്ലാത്ത ഒരു ഭൂമിശാസ്ത്രം, സാധാരണക്കാരും പിന്നോക്കക്കാരും. അതുകൊണ്ട് അപകടം വന്നാൽ ആർക്കാണ് ഛേദം? ഇത്തരം പരീക്ഷണം നടത്തുന്ന ഇവറ്റകളുടെ മേലാണ് ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവർ.
അവരുടെ മേൽ എന്ത് ചെയ്യാം, അവന്റെ അധിവാസ മേഖലയിൽ എന്ത് പരീക്ഷണവും നടത്താം, ഈ തരത്തിലുള്ള ധിക്കാരപരമായ ഒരു മനോഭാവം ഈ പ്രോജക്റ്റ് ഇവിടെ വന്നതിന്റെ പിന്നിലുണ്ട്. ഞാൻ ചോദിക്കുന്നു, ഒരു നാട്ടിൽ വികസനത്തിന്റെ പേരിൽ ഒരു പദ്ധതി വരുമ്പോൾ ആ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ജീവന് അപകടമുണ്ടാക്കിക്കൊണ്ട്, അവന്റെ സമാധാനം കെടുത്തിക്കൊണ്ട്, അവന്റെ മുന്നോട്ടുള്ള ജീവിതത്തിന്, അവന്റെ ഭാവിയെ, അവന്റെ തലമുറയെ അപകടത്തിലാക്കിക്കൊണ്ട് അവന്റെ മേൽ ഒരു പദ്ധതി അടിച്ചേൽപ്പിക്കാൻ ഈ രാജ്യത്തിന്റെ ഭരണകൂടങ്ങൾക്ക് ആരാണ് അധികാരം കൊടുത്തത്? ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് പൗരന്മാരുടെ ജീവന്, സ്വത്തിന് സംരക്ഷണം കൊടുക്കേണ്ട ബാധ്യത സ്റ്റേറ്റിന്, ഭരണകൂടത്തിനുണ്ട്. രണ്ടാമത്, ജീവനും സ്വത്തും സംരക്ഷിക്കാനുള്ള അവകാശം പൗരന്മാർക്കുണ്ട്. ഈ നാട്ടിലെ പൗരന്മാരുടെ, നിങ്ങളുടെ അവകാശങ്ങൾ, ഈ മണ്ണിന്റെ മേൽ അവകാശം ന്യൂഡൽഹിയിലെ ഭരണാധികാരികൾക്കല്ല, തമിഴ്നാട് ഭരിക്കുന്ന തമിഴ്ത്തി അല്ലാത്ത ഇവിടെ വിരുന്നു വന്ന ഈ ജയലളിതയ്ക്കല്ല. ഈ മണ്ണിന്റെ മേലുള്ള അധികാരം ആർക്കാണ്? ഈ മണ്ണിൽ തലമുറകളായി ജനിച്ചു വളർന്ന് ഈ മണ്ണിന്റെ അടിവാരങ്ങളിൽ, ഈ മണലിന്റെ അടിവാരങ്ങളിൽ പൂർവ്വപിതാക്കന്മാരെ കുഴിച്ചിട്ട് അവരുടെ ഓർമ്മകളുമായി അവരുടെ മേൽ ജീവിക്കുന്ന, മത്സ്യബന്ധനം നടത്തുന്ന, ഇവിടെ പണിയെടുക്കുന്ന നിങ്ങളുടേതാണ് ഈ മണ്ണിന്റെ അവകാശം, ഈ കടലിന്റെ അവകാശം, ഈ അന്തരീക്ഷത്തിന്റെ അവകാശം, ഈ ആകാശത്തിന്റെ അവകാശം. അത് നിങ്ങളുടേതാണ്. ആ അവകാശം ലംഘിച്ചിട്ട് നിങ്ങളുടെ അനുമതിയില്ലാതെ, അംഗീകാരമില്ലാതെ, ആഗ്രഹമില്ലാതെ ഈ തരത്തിലൊരു അപകടം വിളിച്ചു വരുത്തുന്ന ഒരു പദ്ധതി അടിച്ചേൽപ്പിക്കാൻ അവകാശമില്ല. അന്താരാഷ്ട്ര നിയമങ്ങളും മര്യാദകളും ഒക്കെ ഈ കാര്യത്തിലുണ്ട്. അത് ഞാൻ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് ജനാധിപത്യ വിരുദ്ധമായ ഒരു തരം അടിച്ചേൽപ്പിക്കലാണ് ഈ പ്രോജക്ട്. ഇതിന്റെ അപകടങ്ങളെ കുറിച്ച് കൂടുതൽ ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾ ബോധവാന്മാരാണ്. ഒരുപക്ഷെ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യം ചാരമായി മാറുക, ആദ്യം ഇല്ലാതായി മാറുക, ഒരു വംശം തന്നെ പൂർണ്ണമായി ഒഴിഞ്ഞു പോകേണ്ടി വരിക ഒരുപക്ഷെ ഇവിടെ ആയിരിക്കും, ഈ പ്രദേശത്തായിരിക്കും, അതിൽപ്പെട്ടവർ നിങ്ങളായിരിക്കും. പക്ഷെ അതുകൊണ്ട് മാത്രം ഇതിന്റെ ദുരന്തം അവസാനിക്കുമോ? ഇന്ന് ഇതിനെ പിന്തുണയ്ക്കുന്നവരും ഇതിനെ കണ്ടില്ല എന്നടിക്കുന്നവരും ഈ ഒരു പോരാട്ടത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നവരുമായ എത്രയോ ലക്ഷം ജനങ്ങളെ, അവരുടെ ജീവനെ, തലമുറകളോളം അവരുടെ തലമുറകളെ നാളുകൾ വേട്ടയാടാൻ പോകുന്ന വലിയ വിപത്താണ് ഈ ആണവ നിലയത്തിന്റെ പിന്നിൽ പതിയിരിക്കുന്നത് എന്ന കാര്യം നാം ഓർക്കേണ്ടതുണ്ട്. അവിടെ ഈ ആണവ സാമഗ്രികൾ ഇപ്പോൾ ഡമ്മി നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. പരീക്ഷണാടിസ്ഥാനത്തിൽ ഇപ്പോൾ ഡമ്മി നിക്ഷേപം നടത്തിയിരിക്കുന്നു. ഇനി അവർ ആഗ്രഹിക്കുന്നത് കമ്മീഷൻ ചെയ്തുകൊണ്ട് അവിടെ ഇത്തരം ആണവ സാമഗ്രികൾ, യുറേനിയം അതുകൊണ്ട് നിറയ്ക്കാനാണ്. നിറച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണ്? ഈ അന്തരീക്ഷത്തെ, ഈ പ്രകൃതിയെ ഇല്ലായ്മ ചെയ്തുകൊണ്ടേയിരിക്കും. അതിൽ നിന്ന് വമിക്കുന്ന അപകടകരമായ റേഡിയേഷനുകളേറ്റ് നമ്മുടെ കടലിലെ മത്സ്യസമ്പത്ത് മുഴുവൻ ചത്തൊടുങ്ങും. ഈ പ്രകൃതി മുഴുവൻ നാശത്തിലേക്ക് നീങ്ങും. കുടിക്കാനുള്ള വെള്ളം അത് മുഴുവൻ വിഷലിപ്തമായി മാറും. നാളുകളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അംഗവൈകല്യം ഉണ്ടാകും. ഇങ്ങനെയുള്ള പെട്ടെന്നുണ്ടാകുന്ന വലിയ ദുരന്തത്തെക്കാൾ അധികം നീണ്ട കാലങ്ങളിലേക്ക് ഒരു സമൂഹത്തെ ബാധിക്കുന്ന മഹാദുരന്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോകുന്ന തരത്തിലുള്ള ഒരു ദുരന്തമാണ് ഈ ആണവ നിലയത്തിൽ ഉള്ളത്. ഇത് വേണ്ട. ഊർജത്തിന് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് സിഗ്നലുകൾ നൽകിക്കൊണ്ട് ഞങ്ങളെ വരവേറ്റത് കാറ്റാടി യന്ത്രങ്ങളാണ്. കറങ്ങുന്ന കാറ്റാടി യന്ത്രങ്ങൾ എത്രയോ സമ്പന്നമായി ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു. പരിസ്ഥിതിക്ക് നാശമുണ്ടാക്കാതെ ഊർജത്തെ സമ്പാദിക്കാൻ, ഊർജോത്പാദനം നടത്താൻ കഴിയുന്ന, കാറ്റിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന ഈ യന്ത്രങ്ങളുടെയും, അതേപോലെ സൗരോർജത്തെ സൂര്യനെ ആശ്രയിച്ചുകൊണ്ട് ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന ആധുനിക സംവിധാനങ്ങളുടെയും ജലവൈദ്യുത നിലയങ്ങളുടെയും എല്ലാം സാധ്യതയുള്ളപ്പോൾ എന്തെങ്കിലും ലാഭമുള്ള ഒരു കാര്യമല്ല, ഏതെങ്കിലും തരത്തിൽ മെച്ചപ്പെട്ട ഒരു പദ്ധതിയല്ല ഈ ആണവ നിലയം എന്ന് പറയുന്നത്. നേരെ മറിച്ച് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് നമ്മുടെ രാഷ്ട്രത്തിനുണ്ടാകാൻ പോകുന്നത്. എല്ലാ നിലയ്ക്കും ജീവന്റെ നഷ്ടം, സാമ്പത്തിക നഷ്ടം. പക്ഷേ ഇത്തരം സാമഗ്രികൾ ഇന്ത്യക്ക് വിൽക്കാൻ ശ്രമിക്കുന്ന വിദേശ കുത്തകകൾക്ക്, രാഷ്ട്രങ്ങൾക്ക്, അമേരിക്കയ്ക്ക്, അതേപോലെ റഷ്യ അടക്കമുള്ള സമ്പന്ന രാഷ്ട്രങ്ങൾക്ക് കോടികളുടെ ഡോളറുകളുടെ ലാഭം ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു പൊളിറ്റിക്കൽ ഗെയിം, ഒരു കച്ചവടം ഇന്ത്യയിൽ ഇത്തരം സംവിധാനങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ കപട രാഷ്ട്രീയക്കാരും അതേപോലെ കോർപ്പറേറ്റുകളുമായിട്ടുള്ള അതിസമ്പന്നന്മാർക്ക് കോടികൾ തുലച്ച് ലാഭമുണ്ടാക്കാൻ പാവപ്പെട്ട കുടംകുളത്തെ, ഈ നാട്ടിലെ പാവങ്ങളുടെ ജീവൻ വെച്ച് ചൂതാട്ടം നടത്തുകയാണ്, ഗെയിം കളിക്കുകയാണ്. ഈ പദ്ധതികൾ ഇത് ആവശ്യമില്ല, ഇത് കൂട്ടിക്കെട്ടണം, ഇത് പാടില്ല. പക്ഷേ പോലീസിനെ ഉപയോഗിച്ചും സമരത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഭരണകൂടം ശ്രമിക്കുന്നതെങ്കിൽ തീർച്ചയായും ഈ സമരത്തെ
ആ നിലയ്ക്ക് ഏറ്റെടുക്കേണ്ട ബാധ്യത ഈ നാടിനെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, ഇത് ലോകത്തിന്റെ പ്രശ്നമാണ്. ആ നിലയിൽ നിങ്ങളുടെ വേദനകൾ കഴിഞ്ഞ 9-10 മാസക്കാലമായി ഈ സമരം നയിക്കുന്ന ജനകീയ നേതാക്കന്മാർ എന്നോ ഭീകരന്മാരെ പോലെയല്ലേ അവർ മാറ്റപ്പെട്ടിരിക്കുന്നത്? എന്ത് തെറ്റാ ചെയ്തത്? സ്വന്തം നാട്ടിലെ പാവപ്പെട്ടവരെ, അമ്മപെങ്ങന്മാരുടെ, പിഞ്ചു കുഞ്ഞുങ്ങളുടെ, ഗ്രാമീണരായ സാധാരണക്കാരന്റെ ജീവന്റെ സംരക്ഷകരായ ഒരു മഹാദൗത്യം, വിപ്ലവ ദൗത്യം ഏറ്റെടുത്തതിന്റെ പേരിൽ ഏതോ വലിയ ഭീകര വേട്ടക്കറങ്ങിയ ക്രിമിനലുകളുടെ പട്ടികയിൽപ്പെടുത്തതുപോലെ പോലീസ് തെരഞ്ഞു നടക്കുന്നു. നിങ്ങൾക്കിടയിലായതുകൊണ്ട്, ഇവിടെ ആയതുകൊണ്ട് മാത്രം സുരക്ഷിതത്വം. അവസവശാൽ ഈ കോമ്പൗണ്ട് വിട്ട് പുറത്തോട്ട് പോയാൽ ഏത് സമയവും തൂക്കിലെടുക്കാവുന്ന രീതിയിൽ ഇവരെങ്ങനെയാണ് നോട്ടപ്പുള്ളികളായി മാറിയത്? എന്ത് അപരാധമാണ് ചെയ്തത്? നേരെ മറിച്ച് ഈ രാജ്യത്ത് എന്തെല്ലാം അക്രമ പ്രവർത്തനങ്ങളാണ്, എത്രയെല്ലാം കൊലപാതകങ്ങളാണ് ഇവിടെ ഭരണകൂടങ്ങളും അവരെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അങ്ങനെയുള്ള യാതൊരു ക്രിമിനൽ പ്രവൃത്തിയും, അങ്ങനെയുള്ള യാതൊരു രാജ്യദ്രോഹ പ്രവർത്തനവും ചെയ്തിട്ടില്ലാത്ത ഉദയകുമാറും പുഷ്പരാജനുമെല്ലാം ഇപ്പോൾ വലിയ ഭീകരന്മാരെ പോലെ മുദ്രയാത്തപ്പെട്ടിരിക്കുന്നു.